ഞാൻ ഈ പ്രമോദം ഞാൻ നാട് മുഴുവൻ ചുറ്റിട്ട് ഈ മക്കൾക്ക് അറിയാം ഞാൻ എത്ര ലക്ഷം രൂപ കടം വീട്ടിൽ കടക്കാര് മുത്തൂറ്റ് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോടും എന്നെ അമ്മ 5 മക്കളുടെ അമ്മയാണ് കേട്ടോ. മകന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ അമ്മയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ കുറഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കാണിച്ച തോന്നിവാസങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളൊന്നും മറന്നിട്ടില്ല ഷാജിദ. മക്കളെ നോക്കേണ്ട ഒരു സ്ത്രീ വയനാട്ടിലും അവിടെ എവിടെയും കൊച്ചു പിള്ളേരോടെ കറങ്ങി നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മുമ്പ് ഷാജി എന്റെ ഒരു കൃഷ്ണന്റെ രാധയുണ്ടല്ലോ, ആ കുട്ടിയുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്റെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാ മോനെ കമന്റ് ഡിലീറ്റ് ആക്കുന്നേ, എന്നിട്ട് ഹഹഹ ചിരിക്കുന്ന ഒരു സ്മൈലി. പിന്നെ അങ്ങോട്ട് വേറൊരു കമന്റ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവർക്ക് എന്താ വട്ടായോ എന്ന് ചോദിച്ചു. എടാ എനിക്ക് വീട്ടിൽ കയറി തല്ലി പെണ്ണ് അതിനെ തല്ലിയത് എനിക്ക് ഇത് അങ്ങനെ ഏതാണ്ടൊക്കെ എഴുതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് 5 ദിവസം മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ആ ഒരു സമയത്ത് ഷാജിദയുടെ കോണ്ടാക്ട് ആരും സോഷ്യൽ മീഡിയ എടുത്തിട്ടുമില്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ കാര്യം മനസ്സിലായി. പുള്ളി ഒന്ന് എയറിലാക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം റിയാക്ഷൻസ് വീഡിയോസ് കാരെ ചെന്ന് ചൊറിയാണ്. പിന്നെ ഷാജിദ ഇങ്ങനെ ചൊറിയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഷാജിദ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കാരണം ഷാജിദയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ നല്ലതല്ലേ, ഒരു പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്തായാലും ഞാൻ നല്ലതൊന്നും അല്ല പറയാൻ വന്നേക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ലൈവ് കണ്ടു, മകന്റെ മാർക്ക് ലിസ്റ്റിന്റെയും ഇതൊക്കെ സ്കൂളിൽ ചെന്നുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ സംസാരിക്കാം. ഷാജിദയുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അമ്മയുടെ ഡാൻസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നിന്നെ 7, 8, 9 അല്ലെങ്കിൽ പോട്ടെ 10 മാസം അല്ലെങ്കിൽ 12 മാസം 1000 മാസം അല്ലെങ്കിൽ 1000 മാസം നിന്നെ ചുമന്ന് കുട്ടി നടന്നൊരു അമ്മയല്ലേ. നീ അത് ആലോചിക്കണം ഷാജിദ എന്നെക്കാളും മൂത്ത ചേച്ചി ഷാജിദ ചേച്ചി മോശമായ ചേച്ചി എന്തോ ആയിക്കോട്ടെ. കാരണം നാളെ നിന്റെ മക്കള് നിന്നെ തള്ളി പറയുമ്പോഴേ നീ അത് പഠിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, വീടാകുമ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളും വീട്ടിൽ സംസാരവും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് കാണിക്കുമ്പോൾ എന്ത് തോന്നിയവാസമാണ്. അമ്മയുടെ അത് ആ വീഡിയോ എടുത്ത് പുറക്കും, ആദ്യം എടുക്കും. നീ ഒരു മോളാണോ? ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു. അപ്പൊ താൻ ഇന്നലെ ലൈവ് വന്നിട്ട് എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടില്ലാണ്ടായി? എന്തായാലും നമുക്ക് ലൈവിൽ വന്ന് മക്കളുടെ പഠനത്തിനെ കുറിച്ച് പറയുന്നതിന്റെയൊക്കെ ഞാനൊന്ന് വെച്ച് തരാം. ഷാജിദ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് എന്താ പറയണ്ടേ, അതിങ്ങനെ ഇതാക്കി കളയരുത്. ഞാൻ ഇതിനെ കൂടുതൽ പറഞ്ഞാൽ ശരിയാകത്തില്ല. അതൊക്കെ ഞാൻ ഈ പ്രമോദം ഞാൻ നാട് മുഴുവൻ ചുറ്റിട്ട് ഈ മക്കൾക്ക് അറിയാം ഞാൻ എത്ര ലക്ഷം രൂപ കടം വീട്ടിൽ കടക്കാര് മുത്തൂറ്റ് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോടും എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേ. എനിക്കിതിനൊരു തീരുമാനം കാട്ടി എന്റെ മോന്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. മകന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അമ്മ, 5 മക്കളുടെ അമ്മയാണ് കേട്ടോ. മകന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ അമ്മയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ കുറഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കാണിച്ച തോന്നിവാസങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളൊന്നും മറന്നിട്ടില്ല ഷാജിദ. മക്കളെ നോക്കേണ്ട ഒരു സ്ത്രീ വയനാട്ടിലും അവിടെ എവിടെയും കൊച്ചു പിള്ളേരോടെ കറങ്ങി നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ വന്നിട്ട് എന്റെ മോന്റെ ഭാവി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയില്ല ഷാജിദ നിങ്ങൾക്ക് സത്യം പറഞ്ഞാലാ. എന്റെ മോന്റെ ഭാവിന്ന് മക്കളെ 5 മക്കളെ ഉണ്ടായിരുന്നല്ലോ, 5 മക്കളെ നോക്കി ഉത്തരവാദിത്തോടെ നടക്കണം നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് തന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്ത് പറയും? ഊര് മൊത്തം തെണ്ടി നടന്നുള്ള ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. റഫൂഖ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു ഗൾഫിൽ കിടക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്വർണം കൊടുക്കാന്നൊക്കെ നിങ്ങൾ അദ്ദേഹം കണ്ട് മാല കണ്ട് ഇത്ര പവന്റെ കണ്ട് അയച്ചു കൊടുത്ത്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെ ന്യായങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്റെ ഇസാഫ് മറ്റേത് മാങ്ങാത്തോലി അവിടെ ഇവിടെയൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ നടന്നിട്ടല്ലയോ ഇതെല്ലാം ഉണ്ടായത്, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് തന്നെ. യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളോ ഈ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ സ്വന്തം സുഖവും സന്തോഷത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ തോന്നിയ പോലെ നടക്കുകയും ചെയ്തു. ഒരു ചെറുക്കനെ ഭാവി കളഞ്ഞു, ആ ചെറുക്കനെ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരെണ്ണം ഉണ്ടായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് നിന്റെ ഒക്കെ കൂടെ കറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ അവന്റെ ഭാവിയല്ല, അവന്റെ പലതും പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. വയനാട്ടിലെല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് അവനോടുള്ള ദേഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് ലവ് സ്റ്റോറി ഇടുകയൊക്കെ ചെയ്ത് സ്റ്റാറ്റസ് ആയിട്ട്. ആ പറഞ്ഞ സ്ത്രീയാണ് ഇവര്, 5 മക്കളുടെ അമ്മയാണ്. എന്റെ പൊന്ന് ഷാജിദ, പിള്ളേർ മാർഗിടിഞ്ഞെന്നോ 8-ലോ 9-ലോ അങ്ങോട്ടൊക്കെയല്ലേ പഠിക്കുന്നേ, കൊച്ചു പിള്ളേരല്ലേ, ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇനിയും പിടിച്ചെടുക്കാൻ ഒരുപാട് സമയമുണ്ട്. അവനൊന്ന് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. പക്ഷേ നീ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേരോ മാനവോ അവന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? നാളെ അവന്മാർക്ക് ഒരു നിക്കാഹും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിന്റെ ഉമ്മ ഇങ്ങനെ നടന്നതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ കൂടുതലൊരു നാണക്കേടാ മക്കൾക്കില്ല. അത് ആദ്യം ഷാജിദ മനസ്സിലാക്കണം. എന്നിട്ട് വന്നിട്ട് എന്റെ റബ്ബേന്ന് കിടന്ന് പറ,
മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് അല്ല, എനിക്കിതിലൊരു തീരുമാനം എന്താ അടിച്ചോളെ. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ്, എൻ്റെ ചാച്ചുവിൻ്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി, എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട ഇനി, എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു? ഇവനെ കെട്ടിയ D+, പുള്ളി 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കിയില്ല. ഞാൻ എന്ത് ചെയ്യും? അടച്ചോനെ, എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രമാണ് എൻ്റെ കുട്ടീൻ്റെ TC വാങ്ങാൻ 2 കൊല്ലം ഇവരെനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. 2 കൊല്ലം എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കാം. എന്നെ കുട്ടീൻ്റെ എങ്ങനെ ഒരാളിനാണെങ്കിൽ ഞാൻ പ്രൈവറ്റില് 5 ആളെ പ്രൈവറ്റിൽ എങ്ങനെ ഞാൻ പഠിപ്പിക്കും? എങ്ങനെ ഞാൻ ഇവിടുന്ന് പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പിള്ളേരുടെ ഭാവി കളഞ്ഞത് നിങ്ങൾ തന്നെ. ഇത് 10ന്റെ മാർക്കാണോ? 10ന്റെ ആണെന്ന് തോന്നുന്നു. D+ എന്നൊക്കെ നിങ്ങൾ കിടന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ 5-6 മാസം മുമ്പ് നിങ്ങൾ കാണിച്ചതോ? നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വയനാട്ടിൽ അവിടെയൊക്കെ കടങ്ങി നടക്കുമല്ലായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് മക്കളുടെ ഭാവി ആലോചിക്കണമായിരുന്നു, ഇരുത്തി പഠിപ്പിക്കണമായിരുന്നു. അവന്മാര് എങ്ങനെയായാലും രക്ഷപ്പെടും ഷാജിദ, അത് ഉറപ്പാണ്. അത് നോക്കേണ്ട കൂട്ട് നോക്കണം. നിങ്ങൾ നോക്കാത്തതിന്റെ കുഴപ്പമാണ്. അവന്മാർ പഠിക്കുമായിരുന്നെങ്കിൽ പഠിക്കും. 5 മക്കളുണ്ട്, നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. ഈ യൂട്യൂബും അവിടെ ഇതൊക്കെ വന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ട സമയത്ത് കൈസും അതുലും ഒക്കെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിച്ചത്. എന്നിട്ട് അവരുടെ നെഞ്ചത്തോട്ട് തന്നെ കയറാൻ ചെന്ന സ്ത്രീയാണ് നിങ്ങൾ. കാരണം എന്താ, നിങ്ങൾ വന്ന വഴി മറക്കുന്നവരാ. കുറച്ച് പണം കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പം വേറെ അതൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാലോ, നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങോട്ട് ഈ നിങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനായിരുന്നു ഷാജിദ, അങ്ങനായിരുന്നു കുട്ടിയുടെ മാർഗം, ഇതൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോരുത് ദയവ് ചെയ്തിട്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലായി കാണും. എനിക്ക് വന്നിട്ട് ചൊറിയുമായിരുന്നു 5 ദിവസം മുമ്പ്. കാരണം ഇതൊക്കെ റിയാക്ട് ചെയ്യണം, ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ മനഃപൂർവ്വം ചെയ്യാൻ ഞാൻ ഷാജിദയൊക്കെ നോക്കുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു. അപ്പോൾ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവര് വരാതെ തന്നെ അവർ തേടി പിടിച്ചുള്ള ഫേക്ക് ID എന്നൊക്കെ വന്നിട്ട് കമന്റ് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇവൾമാരൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നതിന്റെ ഇവിടെ പിന്നെ ഒരു പൊട്ടിയാണ്. അത് ഞാൻ പറയുന്നില്ല കൂടുതൽ, ബാക്കി കൂടെ വെക്കാം. ഇവിടെ തന്നെ ഇരിക്കും, കിട്ടും. നാളെ വരയ്ക്കും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് ഇരുന്നത് ഇല്ലേ? 2 കൊല്ലം ഇവിടെ തന്നെയല്ലേ ഇരുന്നത് സാറേ? എന്താ? വേണ്ട, ഞങ്ങൾ ഇരുന്നോളാം, കുഴപ്പമില്ല. നിങ്ങൾ വേണ്ട, നിങ്ങൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങളെ ഗേറ്റ് ഇട്ട് പൂട്ടാനും ഇവർ തല്ലാനും വന്നാ ഇവിടുന്ന് ഓടി കൊണ്ട് വരുമായിരുന്നു. എന്നെ തല്ലാൻ ഷമീർ പറഞ്ഞ എന്നെ ഓടി കൊണ്ട് വന്ന് ഇത്രയും പാരൻസിന്റെ മുന്നിൽ പൊലാടിച്ചെന്ന് വരെ എന്നെ വിളിച്ച എന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടം വരുന്ന ഞാൻ കണ്ടവന്മാരോട് നിരങ്ങാണ്. എന്നിട്ട് പൈസ ഉണ്ടാക്കാൻ എൻ്റെ മക്കളെ നോക്കുകയാണെന്ന് പറഞ്ഞുണ്ടാക്കി. എനിക്കിതിനൊരു തീരുമാനം കിട്ടണം. എൻ്റെ മക്കളുടെ ഭാവി റബ്ബേ, എനിക്കിതിന് ഇവര് കഴിഞ്ഞ 9-ാം തീയതി 9 മണി വരെ എന്നെ കുട്ടികളെ സ്റ്റേഷനിൽ നിർത്തിച്ചു. എന്നിട്ട് ഇവര് 9 മണിക്ക് ഇവര് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവര് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവര് തന്നില്ല? എന്തുകൊണ്ട് ഇവര് തരുന്നില്ല? TC ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് എൻ്റെ മോന്റെ മാർക്കാണ് ഫുള്ള് A+ ഉണ്ടായ മോൻ 6ാം ക്ലാസ് വരയ്ക്കും LSS. ഞാൻ ഇന്നലെയും കൂടി സ്റ്റാറ്റസ് ഇട്ടാണ് എൻ്റെ കുട്ടീൻ്റെ ട്രോഫി കിട്ടിയിട്ടും അവന് പേപ്പറിൽ വന്നു. ഞാൻ സ്റ്റാറ്റസ് 1 തൊട്ട് 10 വരെ ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ്. 1 തൊട്ട് 10 വരെ തോക്കാതെ പഠിച്ച ഒരാളാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. പക്ഷെ വിവരം പറഞ്ഞ കാര്യം നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളുടെ മകൻ 6ാം ക്ലാസ് വരെ നല്ല മാർക്ക് മേടിച്ചു എന്ന് പറയുന്നു, പിന്നെ അങ്ങോട്ട് മാർക്കില്ലെന്ന് പറയുന്നു. 6 കഴിവേടാണ്. ഇപ്പൊ ഇത് 10-ലാണെന്ന് തോന്നുന്നു കേട്ടോ. D+ന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബാക്കി 4 വർഷം 10 ആണെങ്കില ബാക്കി 4 വർഷം എന്തായിരുന്നു ശ്രദ്ധിക്കാൻ? മാർക്ക് വന്നപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഷാജിദ ഈ യൂട്യൂബ് വന്നതിന് ശേഷം ഷാജിദ വേറൊരു ലോകത്താണ്. സത്യം പറഞ്ഞാൽ വേറൊരു ലോകത്തെങ്ങാണ്ട ഇതിവരുടെ ഭാഗത്തെ തെറ്റാണ്.
കർമ്മ. അതെന്താണെന്നറിയോ, മെനഞ്ഞാന്ന് മറ്റേ അമ്മയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ എടുത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇവള് ഈ പറയുന്ന അമ്മയുടെ വീഡിയോ ഒക്കെ പുറത്തു വിടുകയൊക്കെ ചെയ്ത് നാട്ടിക്കുകയും ചെയ്തതാണ്. ഇപ്പൊ അവിടെ മക്കളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം. ഇതിപ്പോ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവള് കിടന്ന് കരയും ചെയ്ത് ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ ആൾക്കാരൊക്കെ എടുത്തിട്ട് പഴയ ചരിത്രമൊക്കെ എടുത്ത് അങ്ങ് പറയുകയും ചെയ്യും. അതിൽ കൂടുതൽ നാണക്കേട് നിനക്ക് കിട്ടാനില്ല. ഇത് കർമ്മയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അമ്മയുടെ വിഷയത്തിലോട്ട് ഞാൻ പോവാം. കണ്ടു കാണുമായിരിക്കും ആ സ്ത്രീയെ എന്തോ ആണ് വെട്ടണത്. വെട്ട് 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 അടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കുന്നത്? തൽക്കാമത്തിൽ എന്നെ മക്കളെ കൊല്ലാനാ, വെട്ടി കൊല്ലാനാ? എന്നാ വെട്ട് വെട്ട്, ഇപ്പൊ വെട്ട്. ധൈര്യമുള്ള പെണ്ണാണ്, ഇപ്പൊ വെട്ട്, ഇപ്പൊ വെട്ട്. ആരാണ് മടാൾ കൊടുന്ന് വെച്ചിരിക്കുന്നത്? ആരാ മടാൾ കൊടുന്ന് വെച്ചിരിക്കുന്നത്? ആരാ മടാൾ കൊടുന്ന് വെച്ച്? വെട്ട് 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 നീ വെട്ട് 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 വേം വെട്ട് വേം വെട്ട് നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു, നല്ല എന്ത് രസക്കാ. ആ ഒരു ഫ്ലോ പോയി നാലെണ്ണം പറയാൻ വേണ്ടി വന്നത് അതങ്ങ് പോവുകയും ചെയ്തു. എന്റെ പടച്ചോനെ, എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു നടപടി എടുത്തിട്ടില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അവര് കേസെടുത്താലും കേസെടുക്കുമ്പോ പണമുള്ള ആൾക്കാരോടെ നിൽക്കത്തുള്ളല്ലോ, പാവം കൂടെ ഇല്ല. എടി നിനക്ക് യൂട്യൂബർ അടി, നീ യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിന്തിക്കേ. ഇന്ന് ഞാനൊന്നും പറയുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ശമ്പളമൊക്കെ കിട്ടുന്നതാണ്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളുടെ എല്ലാം പൈസ ഇല്ലെന്നോ? എന്താ, നമ്മളും യൂട്യൂബ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നിന്റെ അമ്മയെക്കാളും 10-20 ഇരട്ടി നിന്റെ പൈസ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നീ കള്ളിയടി, എഴുതി ഒപ്പിട്ടുതരാം. നിന്റെ അമ്മയെക്കാളും പൈസ നിനക്കുണ്ട്, നീ കള്ളിയാന്ന് ഇതേന്ന് മനസ്സിലാക്കാം. നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ കാണിക്കുന്നതെന്ന് അറിയാം. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്റെ ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ പാവം, അവന്റെയൊക്കെ അവസ്ഥ രക്ഷപ്പെട്ട അയാള് ജീവിതം. കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എന്റെ ഇക്കുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ ഇക്കല്ലാത്തോണ്ട് എന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് തന്നെ തുടരുകയൊക്കെ ചെയ്യും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ചെയ്ത് കൂട്ടി എന്റെ പാവം ഇവിടെ മക്കളുടെ എന്നെ കിട്ടിയെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്ര ഞാൻ പറയത്തുള്ളൂ. ഇതുപോലൊരു പഠിച്ചൊരു കള്ളിയായ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, 2-3 ദിവസം 5 ദിവസം മുമ്പ് എനിക്ക് വന്ന് മെസ്സേജ് ഇടുന്നത് എന്തിനാ? നമ്മളെ ചൊറിഞ്ഞിട്ട് ഇവിടെ തപ്പിയെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി. എന്തിനാ? ഇവക്ക് റീച്ച് കിട്ടാൻ വേണ്ടി. ഇവക്ക് വ്യൂ ഇല്ല. അതിന് സ്വന്തം അമ്മയെ കരുവാക്കി മക്കള് പോട്ടെ, കർമ്മഫലം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സ്കൂളിൽ ചെന്നിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരാരാന്ന് അന്വേഷിക്കുമ്പോ തന്നെ ഇവിടെ ചീത്തപ്പേരുണ്ടാവുന്ന ആ മക്കൾക്കാ. ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇതിന്റെ താഴെ വന്ന് കിടക്കുന്ന കമന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് വായിക്കണം. അറപ്പ് തോന്നും ഈ സ്ത്രീയോട്, അറപ്പ്. എനിക്കിപ്പോ ഒരു 1.5 മാസം കൊണ്ട് നല്ല ചൂടി നിൽക്കുന്ന ഒരു സമയമാണ്, ഉള്ള കാര്യം പറയാലോ. അറപ്പ് തോന്നുന്നുണ്ട് ഈ സ്ത്രീയോട്. കമന്റ് ഞാൻ വായിച്ചു തരാം. 6ാം ക്ലാസ് വരെ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഇപ്പോൾ മാർക്ക് കുറയാനുള്ള കാരണം നിനക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. അന്ന് മക്കളുടെ ഉമ്മ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാറില്ലായിരുന്നു. സത്യം, അന്ന് ഷാജിദ ഇങ്ങനൊന്നും നടക്കാറില്ല. ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഷാജിദ പണം കണ്ടു കഴിഞ്ഞ, ഞാൻ പറയുന്നില്ല. പിന്നെ മക്കൾക്ക് ഉമ്മയുടെ സർഫിന്റെയും കൂടെയുള്ള കറക്കവും ബാക്കിയുള്ളതൊക്കെ ആലോചിച്ച് കുട്ടിയുടെ മനസ്സ് തളർന്നുണ്ടാവും. പഠനത്തിൽ ശ്രദ്ധയില്ലാതെ നടക്കുകയായിരിക്കും. അല്ലാതെ സ്കൂളിനെയോ സ്ഥാപനത്തിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കൾ മാത്രമല്ല അവിടെ പഠിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കമന്റ് വരുന്നത്. ഈ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ മൊത്തം ഷാജിദേക്കിനെ ഏറ്റുക. ലോകം ചുറ്റിക്കറങ്ങി നടക്കാതെ ഇടയ്ക്ക് സ്കൂളിൽ ചെന്ന് കുട്ടികളുടെ മക്കളുടെയും പഠനത്തിനെ പറ്റി ചോദിച്ചറിയണം. ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. സത്യം, ഇതൊക്കെ ചോദിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് ഷാജിദ നിങ്ങളിപ്പോ ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്തതിന്റെ തെറ്റാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ വന്നിട്ട് അത് റീച്ച് ഉണ്ടാക്കി അത് വിറ്റ് കാശ് ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വിറ്റുണ്ടാക്കോ കാശുണ്ടാക്കോ എന്താണെങ്കിലും ചെയ്യും. ഞാൻ എന്നെ വന്ന് ചൊറിഞ്ഞപ്പോൾ പോലും ഞാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്താണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായി. റിയാക്ട് ചെയ്യണം, എല്ലാവരും റിയാക്ട് ചെയ്യുന്നവർക്കും റീച്ച് കിട്ടട്ടെ, അവർക്കും റീച്ച് കിട്ടട്ടെ, അവർക്കും അവിടെ എന്താ കടങ്ങളെല്ലാം തീരട്ടെ. ഗൾഫിലൊരുത്തം കടപ്പുണ്ടല്ലോ, 2 പവൻ സ്വർണ്ണം അയച്ചു തന്നെ. നീ അന്തസ്സുള്ള ഒരു പെണ്ണാണെങ്കിൽ അവന്റെ പൈസ കൊടുത്ത് തീർക്കാൻ നോക്ക്. അതാ വേണ്ടത്.
ഓക്കെ ഗൈസ്, എന്റെ അഭിപ്രായങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ബൈ, ലവ് യു.